അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 21. അങ്ങനെ അവരെ വിട്ടുപിരിഞ്ഞ ശേഷം ഞങ്ങൾ കപ്പൽ കയറി കോസിലും അടുത്ത ദിവസം രൊദോസിലും അവിടെ നിന്ന് പത്തരയിലും എത്തി. ഫിനീഷ്യയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. ഞങ്ങൾ അതിൽ കയറി യാത്ര തുടർന്നു. സൈപ്രസ് ദ്വീപ് ദൃഷ്ടിയിൽപ്പെട്ടു. അതിനുശേഷം അതിന്റെ തെക്ക് വശത്തുകൂടെ സിറിയയിലേക്ക് പോയി. സോരിൽ നിന്ന് വന്ന് ഞങ്ങൾ കരയിലിറങ്ങി. അവിടെ ആ കപ്പലിലെ ചരക്കിറക്കേണ്ടിയിരുന്നു. അവിടെ ശിഷ്യന്മാരെ കണ്ടെത്തി ഞങ്ങൾ 7 ദിവസം അവിടെ പാർത്തു. യെരുശലേമിലേക്ക് പോകരുതെന്ന് അവർ പൗലോസിനോട് ആത്മപ്രേരണയാൽ നിർബന്ധിച്ചു പറഞ്ഞു. എന്നാൽ അവിടെയുള്ള താമസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടം വിട്ടു. യാത്ര തുടർന്നു. സകല ശിഷ്യന്മാരും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഞങ്ങളുടെ കൂടെ നഗരത്തിന് പുറത്തേക്ക് വന്നു. കടൽ തീരത്ത് ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അന്യോന്യം യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഞങ്ങൾ കപ്പൽ കയറുകയും അവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. സോരിൽ നിന്നുള്ള കപ്പൽ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ തൊലമായിസിൽ വന്ന് കരക്കിറങ്ങി സഹോദരരെ അഭിവാദനം ചെയ്ത് അവരോടുകൂടെ ഒരു ദിവസം പാർത്തു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടം വിട്ട് കൈസരിയയിലെത്തി. അവിടെ ഞങ്ങൾ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ പാർത്തു. അദ്ദേഹം 7 പേരിൽ ഒരുവനായിരുന്നു. അദ്ദേഹത്തിന് പ്രവചനപരമുള്ള അവിവാഹിതളായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദ്യയിൽ നിന്ന് അഗബോസ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ അവിടെ വന്നു. അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ചയെടുത്ത് സ്വന്തം കൈകളും കാലുകളും കെട്ടിയ ശേഷം ഇങ്ങനെ പറഞ്ഞു: ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരുശലേമിലെ യഹൂദർ ഇതേ വിധത്തിൽ ബന്ധിക്കുകയും വിജാതിയരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആളുകളും പൗലോസിനോട് യെരുശലേമിലേക്ക് പോകരുതെന്ന് അപേക്ഷിച്ചു. അപ്പോൾ പൗലോസ്: നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് എന്റെ ഹൃദയം തകർക്കുന്നതെന്ത്? ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി യെരുശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുക്കമാണ് എന്ന മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ ഒരു വിധത്തിലും പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് കണ്ടിട്ട് ഒരു കപ്പൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി. ഇതിനുശേഷം ഞങ്ങൾ യാത്രയ്ക്ക് തയ്യാറാകുകയും യെരുശലേമിലേക്ക് പോവുകയും ചെയ്തു. കൈസരിയയിൽ നിന്നുള്ള ഏതാനും ശിഷ്യന്മാർ ഞങ്ങളുടെ കൂടെ വരികയും മ്നാസോന്റെ ഭവനത്തിൽ ഞങ്ങളെ എത്തിക്കുകയും ചെയ്തു. അവിടെയായിരുന്നു ഞങ്ങൾ താമസിക്കേണ്ടിയിരുന്നത്. മ്നാസോൻ സൈപ്രസുകാരനും പഴയ ശിഷ്യന്മാരിൽ ഒരുവനുമായിരുന്നു. യെരുശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അടുത്ത ദിവസം പൗലോസും ഞങ്ങൾ എല്ലാവരും കൂടി യാക്കോബിനെ കാണുവാൻ പോയി. മൂപ്പന്മാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പൗലോസ് അവരെ അഭിവാദനം ചെയ്തിട്ട് തന്റെ ശുശ്രൂഷയിലൂടെ ദൈവം വിജാതീയരുടെ ഇടയിൽ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. അവർ ഇത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് പൗലോസിനോട് ഇങ്ങനെ പറഞ്ഞു: സഹോദര, വിശ്വസിച്ചവരായ അനേകായിരം യഹൂദരുണ്ടെന്ന് താങ്കൾക്കറിയാമല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണത്തിൽ തീഷ്ണതയുള്ളവരാണ്. എന്നാൽ മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ മക്കളെ പരിച്ഛേദനം നടത്തുന്നതും നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നത് വിട്ടുകളയുവാനും അന്യജാതിക്കാരുടെ ഇടയിൽ പാർക്കുന്ന യഹൂദരെ താങ്കൾ ഉപദേശിക്കുന്നതായി അവർ ധരിച്ചിരിക്കുന്നു. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ വന്നിട്ടുണ്ടെന്ന് തീർച്ചയായും അവർ കേൾക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ താങ്കൾ ചെയ്യുക. ഒരു നേർച്ച നേർന്നിട്ടുള്ള 4 ആളുകൾ ഇവിടെ ഞങ്ങളോടുകൂടെയുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ശുദ്ധീകരണ ചടങ്ങുകളിൽ പങ്കെടുത്ത് അതിന്റെയും അവരുടെ തലക്ഷൗരം ചെയ്യിക്കുന്നതിന്റെയും ചെലവ് താങ്കൾ വഹിക്കുക. അപ്പോൾ താങ്കളെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ സത്യമല്ല എന്നും താങ്കൾ ന്യായപ്രമാണമനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും എല്ലാവരും അറിഞ്ഞുകൊള്ളും. വിജാതീയരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ വിഗ്രഹാർപ്പിത ഭക്ഷണം, രക്തം, ശ്വാസം മുട്ടിച്ചു കൊന്നവ, ലൈംഗികമായ അധർമ്മം എന്നിവയിൽ നിന്ന് അകന്ന് ജീവിച്ചു കൊള്ളണമെന്ന് നാം അവർക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അടുത്ത ദിവസം പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് അവരോടൊപ്പം തന്നെ ശുദ്ധീകരിച്ച് അവരിൽ ഓരോരുത്തരും വേണ്ടി വഴിപാട് കഴിക്കാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിക്കുവാൻ ദേവാലയത്തിൽ പ്രവേശിച്ചു.
7 ദിവസം കഴിയാറായപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള ചില യഹൂദർ പൗലോസിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. അവർ ജനക്കൂട്ടത്തെ മുഴുവൻ ഇളക്കി അദ്ദേഹത്തെ പിടികൂടി. ഇസ്രായേൽ ജനമേ, ഞങ്ങളെ സഹായിപ്പിൻ. നമ്മുടെ ജനങ്ങൾക്കും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും എതിരായി എല്ലായിടത്തും എല്ലാവരെയും പഠിപ്പിക്കുന്നവൻ ഇയാളാണ്. മാത്രമല്ല, ഇയാൾ ഗ്രീക്കുകാരെ ദേവാലയത്തിനുള്ളിൽ കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ വിളിച്ചു പറഞ്ഞു. എഫസ്യനായ ത്രോഫിമോസിനെ അവർ നേരത്തെ നഗരത്തിൽ വെച്ച് പൗലോസിനോടൊപ്പം കണ്ടിരുന്നു. പൗലോസ് അയാളെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുമെന്ന് അവർ അനുമാനിച്ചു. നഗരം മുഴുവൻ ഇളകി, ജനങ്ങൾ ഓടിക്കൂടി. അവർ പൗലോസിനെ ദേവാലയത്തിൽ നിന്ന് പിടിച്ചിഴച്ചുകൊണ്ടുപോയി. ഉടൻ തന്നെ വാതിലുകൾ അടച്ചുകളയുകയും ചെയ്തു. അവർ അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേം നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായിരിക്കുന്നുവെന്ന് റോമൻ സൈന്യാധിപന് അറിവ് ലഭിച്ചു. അയാൾ പെട്ടെന്ന് ചില സേവകരെയും പടയാളികളെയും കൂട്ടിക്കൊണ്ട് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചെന്നു. സൈന്യാധിപനെയും പട്ടാളക്കാരെയും കണ്ടപ്പോൾ അവർ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സൈന്യാധിപൻ ചെന്ന് അദ്ദേഹത്തെ പിടിച്ച് 2 ചങ്ങല കൊണ്ട് ബന്ധിക്കുവാൻ കൽപ്പിച്ചു. അദ്ദേഹം ആരാണെന്നും എന്താണെന്നും ചെയ്തതെന്നും പിന്നീട് അയാൾ ചോദിച്ചു. ജനക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോ വിധത്തിൽ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. ബഹളം നിമിത്തം സൈന്യാധിപന് സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് പൗലോസിനെ പാളയത്തിലേക്ക് കൊണ്ടുപോകുവാൻ അയാൾ ആജ്ഞാപിച്ചു. പൗലോസ് പടിക്കെട്ടിയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടം വല്ലാതെ അക്രമാസക്തമായിരുന്നു. അതുകൊണ്ട് പട്ടാളക്കാർക്ക് അദ്ദേഹത്തെ എടുത്തുകൊണ്ടു പോകേണ്ടി വന്നു. അവരുടെ പിന്നാലെ ചെന്ന ജനസമൂഹം അവനെ കൊന്നുകളയുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പടയാളികൾ പൗലോസിനെ പാളയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം സൈന്യാധിപനോട് അങ്ങയോട് ചില കാര്യങ്ങൾ പറയുവാൻ അനുവദിക്കുന്നു എന്ന് ചോദിച്ചു. അത് കേട്ട അയാൾ, നിങ്ങൾക്ക് ഗ്രീക്ക് ഭാഷ അറിയാമോ? കുറെ നാൾ മുമ്പ് ഒരു വിപ്ലവം തുടങ്ങുകയും 4000 ഭീകരന്മാരെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് മറുപടി പറഞ്ഞു, ഞാൻ കിലിക്കയിലെ തർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ്, ഒരു പ്രധാന നഗരത്തിലെ പൗരൻ. ദയവായി ജനങ്ങളോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണം. സൈന്യാധിപന്റെ അനുമതി ലഭിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നേരെ ആംഗ്യം കാട്ടി. അവർ നിശബ്ദരായപ്പോൾ അദ്ദേഹം ആരാമ്യ ഭാഷയിൽ ഇപ്രകാരം പറഞ്ഞു: